ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ കോൺഗ്രസ് നേതാക്കള് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പവൻ ഖേര പറയുന്നത് ഇത് BJP-യുടെയും അല്ലെങ്കിൽ NDA-യുടെ വിജയമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിന്റെ വിജയമാണെന്ന്. അപ്പൊ നമ്മൾ എന്താണ് ഇതുകൊണ്ട് പവൻ ഖേര ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും പവൻ ഖേര മാത്രമല്ല, രാജ്യത്താകമാനം കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. അതിന് കാരണമുണ്ട്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം, ആദ്യത്തെ വാർത്താ സമ്മേളനം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. പ്രത്യേകിച്ച് കർണാടകയിലെയും ഹരിയാനയിലെയും വിഷയങ്ങൾ ഉൾപ്പെടെ, കർണാടകയിലെ വിഷയം പ്രത്യേകം എടുത്തിടുകയും കർണാടകയിലെ അലന്ത് മണ്ഡലം ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ പേര് സഹിതം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്ര ബീഹാറിനെ ഇളക്കി മറിച്ചു മുന്നോട്ട് പോകുന്നു. യാത്ര പോയ ഇടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ആൾക്കൂട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാത്രമല്ല, യാത്രയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ പലരും, ഭൂരിഭാഗം ആളുകളും പങ്കെടുത്തു. തേജസ്വി യാദവ് പങ്കെടുത്തു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഹരിയാനയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായി. എന്നാൽ ഇതൊന്നും തന്നെ ബീഹാറിനെ ബാധിച്ചില്ല എന്നാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, കോൺഗ്രസും RJD-യും സ്വപ്നം കാണാത്ത ഒരു പരാജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ഈ കോൺഗ്രസ് നേതാക്കന്മാർ പവൻ ഖേരയും അതോടൊപ്പം തന്നെ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ടു മുമ്പേ നിതീഷ് കുമാർ സർക്കാർ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് സ്ത്രീകൾക്ക് 10,000 രൂപ, അതായത് ഏകദേശം 1 കോടിയിലധികം വീട്ടുകാർക്കാണ് ഇത്തരത്തിൽ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പലരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ പ്രോത്സാഹിപ്പിച്ചെന്നും അല്ലെങ്കിൽ ഇത്തരമൊരു മൗനമായി ഇതിന് മൗനാനുവാദം നൽകിയെന്നാണ് പവൻ ഖേരയും അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കന്മാർ പങ്കുവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം BJP-യുടെ വിജയമല്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിജയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പേരെടുത്തു പറഞ്ഞാണ് ദേശീയ നേതാക്കന്മാർ, തീർച്ചയായും ഗണേഷ് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞാണ് ദേശീയ നേതാക്കന്മാർ വിമർശിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളും ബീഹാർ, അതായത് പ്രാദേശികമെന്ന് പറയുന്നത് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ സമാന ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബീഹാറിന്റെ ചുമതല ഉണ്ടായിരുന്ന മണിക്കം ടാഗോർ MP വിശദമായി വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് ഈ വിജയം BJP-യുടെ വിജയമല്ല, ഈ വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തി BJP നടത്തിയ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മണിക്കം ടാഗോർ MP പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായി കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തി BJP ജനാധിപത്യത്തെ അട്ടിമറിച്ചു. BJP-യുടെ B ടീമായി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. തീർച്ചയായും BJP ജനാധിപത്യത്തെ അട്ടിമറിച്ചു. ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുടെ B ടീമായി അധപ്പതിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് ഇത് പറയാനുള്ള കാരണമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങൾ ഉയരുന്നു. SIR-മായി ബന്ധപ്പെട്ട 65 ലക്ഷത്തോളം വോട്ടർമാർ ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയ്ക്ക് പുറത്തേക്ക് പോകുന്നു. ഈ 65 ലക്ഷം വോട്ടർമാരിൽ ഭൂരിഭാഗവും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ വോട്ട് ചെയ്തിരുന്ന ആളുകളാണെന്ന് കോൺഗ്രസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ SIR-ന്റെ പേര് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നടത്തിയ ശുദ്ധീകരണമെന്ന് BJP അവകാശപ്പെടുമ്പോൾ അത് വോട്ടർ പട്ടികയിൽ ഒരു വലിയ വിഭാഗം വോട്ടർമാരെ വെട്ടിമാറ്റുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് ആരോപിക്കുന്ന ഈ ആരോപണം പ്രസക്തമായി മാറുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളെ പോലും കവച്ചു വെക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എക്സിറ്റ് പോളുകൾ കേവല ഭൂരിപക്ഷം മറികടന്ന് 150 സീറ്റുകൾ NDA-ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ വലിയ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള വിജയം BJP-ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനാനുവാദത്തോടു കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബീഹാറിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിന് കൃത്യമായ കാര്യകാരണം നിരത്തിയാണ് പവൻ ഖേരയായാലും മണിക്കം ടാഗോർ ആയാലും അശോക് ഗെഹ്ലോട്ട് ആയാലും കനയ്യകുമാർ ആയാലും ബീഹാറിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരായാലും എല്ലാവരും കാര്യകാരണം നിരത്തിയാണ് പറയുന്നത്. അവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തിയപ്പോൾ ആ പ്രതിഷേധത്തിൽ വന്നിരുന്ന ആൾക്കൂട്ടം കണ്ട് ഞെട്ടിവിറച്ചിട്ടുണ്ട് BJP, നിതീഷ് കുമാർ. ഇവരെല്ലാം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്
പഴുതടച്ചുള്ള പ്രചരണമായിരുന്നു ഇത്തവണ കോൺഗ്രസും ആർ ജെ ഡിയും നടത്തിയത്. മുമ്പെങ്ങും ബീഹാർ കണ്ടിട്ടില്ലാത്ത തരത്തിൽ, ഒരുപക്ഷെ 1990-ലാണ് ബീഹാറിൽ ഇത്തരത്തിൽ ഒരു പ്രചരണം കോൺഗ്രസ് നടത്തിയത്. ആ കോൺഗ്രസിന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ബീഹാർ ഉഴുതുമറച്ച് രാഹുൽ ഗാന്ധി, ജനപിന്തുണയുണ്ടായിരുന്നു. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഓരോ യോഗത്തിലും ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത യോഗങ്ങളിൽ ആൾക്കൂട്ടം, പ്രതികൂലമായ കാലാവസ്ഥ പോലും അവഗണിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന സമയങ്ങളിൽ ബീഹാർ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി 2-3 മണിക്കൂർ വാഹനത്തിൽ സഞ്ചരിച്ച് റാലി എത്തുമ്പോൾ 10,000 ആ റാലിയിൽ തിങ്ങി നിറഞ്ഞത്. ഇതൊന്നും വോട്ടായി മാറിയില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഈ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടുകൂടി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനാനുവാദത്തോടുകൂടി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടുകൂടി BJPയും നിതീഷ് കുമാറും ജനതാദൾ യുണൈറ്റഡും ഒരു ഭാഗത്ത് ബീഹാറിലെ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിജയമാണ് ബീഹാറിൽ NDAക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിനെ മറുപടി പറയാൻ BJP ദേശീയ നേതൃത്വം തയ്യാറാകണം. കാരണം ബീഹാറിൽ ഒരു ഭാഗത്ത് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത ഒരു ഭാഗത്ത് അഴിച്ചുവിടുന്നു. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന റാലികളിലെ ആളുകളുടെ തിക്കും തിരക്കും കണ്ട ഏറ്റവും അവസാനം സീതാദേവിയുടെ പേര് പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വലിച്ചെടുക്കുന്ന ജാതി രാഷ്ട്രീയത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് BJP ജാതി രാഷ്ട്രീയം പാറ്റാൻ ശ്രമിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ കോൺഗ്രസ്, എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണ്, അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്ന തരത്തിൽ വരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ BJPയുടെ ദേശീയ നേതാക്കന്മാർ തയ്യാറായി. അത്തരത്തിൽ വർഗീയതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായവും കൂടാതെ ജനങ്ങളെ പണം കൊടുത്തു വാങ്ങി ജനാധിപത്യത്തെ വിലക്ക് വാങ്ങിയതാണ് NDA എന്ന് പറഞ്ഞാൽ പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ബീഹാർ പോലെയുള്ള സംസ്ഥാനത്ത്, ബീഹാറിന് ഒരിക്കലും താഴ്ത്തി പറയല്ല, ബീഹാർ പോലെ രാഷ്ട്രീയപരമായി കേരളത്തെ പോലെ സാക്ഷരമായ സംസ്ഥാനമല്ല. അതായത് അടിവരയിട്ട് പറയുന്നു, കേരളം പോലെ രാഷ്ട്രീയപരമായി സാക്ഷരത സംസ്ഥാനത്തെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക്, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ആ അക്കൗണ്ടിലേക്ക് നൽകി ബീഹാറിലെ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങിയ സർക്കാർ കഴിഞ്ഞ പൊതുബജറ്റിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറുകാർക്ക് വാരിക്കോരി വാഗ്ദാനങ്ങളുടെ പെരുമഴ നടത്തിയ സർക്കാർ. ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് ഹൈലൈറ്റ് ചെയ്ത് ദേശീയ മാധ്യമങ്ങൾ അടക്കം വാർത്ത ചെയ്തിരുന്ന ബീഹാർ കേന്ദ്രീകൃത ബജറ്റ് എന്നായിരുന്നു. അതായത് ബീഹാറിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിൽ ഒന്ന് മക്കാന കൃഷിയാണ്. ഇത്ര കാലം BJP ഭരിച്ചിട്ട് മക്കാന കർഷകരെ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ മക്കാന കർഷകർക്ക് വേണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ചു. യാഥാർത്ഥ്യമായിട്ടില്ല. ബീഹാറിന് കോച്ച് ഫാക്ടറി, ബീഹാറിന് IIT, ബീഹാറിന് NIT, ബീഹാറിന് വേണ്ടി എല്ലാ തരത്തിലും മുതലക്കണ്ണീർ ഒഴുക്കി ബീഹാറിലെ ജനങ്ങളെ കബളിപ്പിച്ച് കേന്ദ്ര ഭരണത്തിന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ച് ജനാധിപത്യ ദംശനം നേടിയ വിജയമാണ്. പക്ഷേ കോൺഗ്രസ് ഇവിടെ തളരില്ല, കോൺഗ്രസ് ഇവിടെ തകരില്ല. 1000 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ച് ജയിച്ച് ജീവിച്ചാലും 1000 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ച് പരാജയപ്പെട്ടാലും കോൺഗ്രസ് ഇവിടെയുള്ള ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. 1885 ഡിസംബർ മാസം 28-ാം തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ 2ാമത്തെ നിലയിൽ കേവലം 72 ആളുകളെയും കൊണ്ട് കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം അധികാരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും കോൺഗ്രസ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അധികാരമില്ലെങ്കിലും കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും. അത് നാളുകളിൽ നിതീഷ് കുമാർ സർക്കാർ ആയാലും ശരി, തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ആയാലും ശരി, അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ആയാലും ശരി, ആര് തന്നെയായാലും അവരുടെ തീവ്ര നിലപാടുകൾക്കെതിരെ, ജനങ്ങളെ പറ്റിക്കുന്ന കപട രാഷ്ട്രീയത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്താൻ കോൺഗ്രസ് ഉണ്ടാകും. അത് തന്നെയാണ് ബീഹാറിൽ ഉണ്ടാകുന്നത്. ബീഹാറിൽ RJDയും കോൺഗ്രസും ഏറ്റെടുത്ത സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. പ്രവൃത്തി പദത്തിൽ ഉരിഞ്ച് പോലും വെള്ളം ചേർക്കാതെ കോൺഗ്രസും RJDയും രംഗത്തുണ്ടാകും. അവിടെ BJPക്കെതിരെ ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് നിലകൊള്ളും. പക്ഷേ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും പോരാട്ടം കോടതിക്കകത്തും രാഷ്ട്രീയപരമായ പോരാട്ടവുമായി കോൺഗ്രസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്.